ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സിലെ യൂണിറ്റ് 1 ലെറ്റ്സ് ഡ്രോ എന്നതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം കാണാത്ത കുട്ടികൾ ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം രണ്ടാം ഭാഗം കാണുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒന്നാം ഭാഗത്തിൽ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലും എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നതാണ്. നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക. Next, what shapes do you get by cutting along the dotted lines? എന്താണ് ഡോട്ടഡ് ലൈൻസ് ഉണ്ടല്ലേ, ഓരോ പിക്കിൻ്റെ നടുവിൽ സെൻറ്ററിലൂടെ ആയിട്ട് അത് കട്ട് ചെയ്താൽ ഏതൊക്കെ ഷേപ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക? ഒരു സ്ക്വയർ ഉണ്ടല്ലേ, ഫസ്റ്റ് ABC എന്ന് പറഞ്ഞ 3 പിക്ചർ ഉണ്ട്. അത് കട്ട് ചെയ്താൽ ഏതൊക്കെ ഷേപ്സ് ആണെന്ന് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ആ ബോക്സിൽ അതിൻ്റെ നെയിം ചെയ്ത. ഫസ്റ്റ് എന്താണ് സ്ക്വയർ അല്ലേ. സ്ക്വയർ കട്ട് ചെയ്താൽ എന്താണ് സെൻറ്ററിലൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 ട്രയാങ്കിൾ അല്ലേ കിട്ടുക, നേരത്തെ പറഞ്ഞതാണല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ഞാൻ ബോക്സിൽ ചെയ്താൽ. നെക്സ്റ്റ് എന്താണ് ബി, എന്താണ് ദെൻ അഗെയിൻ സ്ക്വയർ, അതിൻ്റെ സെൻറ്ററിലൂടെ നടുവിലൂടെ താഴേക്ക് കട്ട് ചെയ്താൽ 2 റെക്ടാങ്കിൾസ് കിട്ടിയില്ലേ. സ്ക്വയറും റെക്ടാങ്കിളും തമ്മിൽ ഡിഫറൻസ് എന്താണ്? സ്ക്വയേഴ്സിന് എന്താണ് ഈക്വൽ സൈഡാണ് ഉണ്ടാവുക, റെക്ടാങ്കിളിന് എന്താണ് ഈക്വൽ സൈഡ് അല്ല, 2 സൈഡേ ഈക്വൽ ഉള്ളൂ, മറ്റ് 2 സൈഡ് വേറെയാണ്. ഓക്കെ, എന്താണ് 2 റെക്ടാങ്കിൾസ് കിട്ടി. ദെൻ സി എന്താണ്, ഒരു റെക്ടാങ്കിൾ ഉണ്ട്, റെക്ടാങ്കിളിൻ്റെ സെൻറ്ററിലൂടെ വീണ്ടും കട്ട് ചെയ്യുമ്പോൾ എന്താണ് 2 റെക്ടാങ്കിൾ തന്നെ വീണ്ടും കിട്ടും അല്ലേ. ആ റെക്ടാങ്കിൾ എന്നുള്ള നെയിം താഴെ എഴുതുക. ഓക്കെ, ഞാൻ ആൻസർ എന്താണ് ആ കോളത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ABC എന്ന് പറഞ്ഞ 3 ഷേപ്സ് കട്ട് ചെയ്താൽ ഏത് ഷേപ്പാണ് കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് എന്താണ് എ എന്ന് പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് എന്താണ് ഒരു സ്ക്വയർ ആണ് അല്ലേ. സ്ക്വയർ നമുക്ക് ഇവിടെ താഴെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് സ്ക്വയർ. സ്ക്വയറിന് 4 സൈഡ്സ് അല്ലേ. അതെന്താണ് ഇങ്ങനെ സെൻറ്ററിലൂടെ കട്ട് ചെയ്താൽ എന്താണ് കിട്ടിയത്? 2 ട്രയാങ്കിൾ അല്ലേ. അങ്ങനെ കട്ട് ചെയ്താൽ ആ ട്രയാങ്കിളിന് ഈ ബോക്സിൽ എഴുതി. ദെൻ നെക്സ്റ്റ് എന്താണ് എഗെയിൻ എ സ്ക്വയർ. ആ സ്ക്വയർ എന്താണ് സെൻറ്ററിലൂടെ ഇങ്ങനെ കട്ട് ചെയ്താൽ എന്താണ് കിട്ടിയത്? 2 റെക്ടാങ്കിൾ അല്ലേ. റെക്ടാങ്കിളിന് എന്താണ് സ്ക്വയറിന് എന്താ 4 സൈഡും ഈക്വൽ ആയിരിക്കും. ഇവിടെ സൈഡ്സ് ഈക്വൽ അല്ലല്ലോ, ഇത് ഇങ്ങനെയല്ലേ കിട്ടിയത്. ഒരു റെക്ടാങ്കിളും 2 റെക്ടാങ്കിൾ ആണ് കിട്ടിയത്. അപ്പോൾ റെക്ടാങ്കിൾ ഈ ബോക്സിൽ ചെയ്തത്. ദെൻ എന്താണ് വീണ്ടും ഒരു റെക്ടാങ്കിൾ അല്ലേ. റെക്ടാങ്കിൾ, ആ റെക്ടാങ്കിളിന്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്താൽ എന്താണ് കിട്ടുക? വീണ്ടും 2 റെക്ടാങ്കിൾ കിട്ടിയില്ലേ. 1 2 റെക്ടാങ്കിൾസ് കിട്ടി. ഓക്കെ, ആ റെക്ടാങ്കിൾ ഈ ബോക്സിൽ ഇടാം. നെക്സ്റ്റ് എന്താണ് ഡ്രോ എ സിംഗിൾ ലൈൻ ടു ഡിവൈഡ് ഈച്ച് പിക്ചർ ബിലോ ഇൻറ്റു 2 ട്രയാങ്കിൾസ്. എന്താണ് ഈ താഴെയുള്ള ഓരോ പിക്ചറിന് എന്താണ് ഒരു സിംഗിൾ ലൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടണം? 2 ട്രയാങ്കിൾ കിട്ടണം, 2 ട്രയാങ്കിൾ കിട്ടണം അല്ലേ. ഡ്രോ എ സിംഗിൾ ലൈൻ, ഒരു ലൈന് ഡിവൈഡ് ചെയ്തിട്ട് 2 ട്രയാങ്കിൾസ് കിട്ടുന്ന രൂപത്തിൽ ഡിവൈഡ് ചെയ്യുക. ഫോർ വിച്ച് ഫിഗർ കാൺ യു ഡു ദിസ്? ഏത് ഫിഗറിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരക്കാൻ കഴിയാത്തത്? ടിക്ക് ദോസ് യു കാണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വരക്കാൻ കഴിയാത്തതിനെ ടിക്ക് ചെയ്യാൻ. ഏതൊക്കെ ഫിഗർ ആണുള്ളത്? ABCDE എന്ന് പറഞ്ഞ 5 ഷേപ്സ് തന്നിട്ടുണ്ട് അല്ലേ. ആ 5 ഷേപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്താണ് എ എന്ന് പറഞ്ഞത്? എന്താ ട്രയാങ്കിൾ ആണ് അല്ലേ. ട്രയാങ്കിളിനെ എന്താണ് സെന്ററിലൂടെ ഡിവൈഡ് ചെയ്താൽ എന്താ ഒരു ലൈൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം എന്താണ് 2 ട്രയാങ്കിൾ കിട്ടിയില്ലേ. അപ്പോൾ ഓപ്ഷൻ കിട്ടുന്നുണ്ട് അല്ലേ. കിട്ടാത്തത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഇനി ബി എന്താണ് ഒരു സ്ക്വയറിനെ സെന്ററിലൂടെ കട്ട് ചെയ്താൽ എന്താണ് 2 ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ദെൻ എ റെക്ടാങ്കിളിനെ കട്ട് ചെയ്താലോ 2 ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ദെൻ എന്താണ് ഓപ്ഷൻ ഡി എന്താണ് 5 സൈഡ്സിലുള്ള ഒരു പെൻഡഗൺ ആണ്. 4 സൈഡ്സ് ഉള്ളതിന് നമ്മൾ റെക്ടാങ്കിൾ എന്ന് പറയും. ഇതിനെന്താണ് 5 സൈഡ്സ് അല്ലുള്ളത്. 5 സൈഡ്സ് ഉള്ള എന്താണ് പെൻഡഗൺ. ആ പെൻഡഗണിന്റെ ലൈൻ വരച്ചാൽ എന്താണ് 2 ട്രയാങ്കിൾ കിട്ടുന്നുണ്ടോ? ഇല്ല, ട്രയാങ്കിൾ അല്ല കിട്ടുന്നത്. ദെൻ സർക്കിളിന്റെ സെന്ററിലൂടെ ലൈൻ വരച്ചാൽ എന്താണ് 2 പാരബോളയാണ് കിട്ടുന്നത് അല്ലേ. ഒരു സർക്കിൾ അതിന്റെ സെന്ററിലൂടെ വരച്ചാൽ 2 പാരബോളയാണ് കിട്ടുന്നത്, 2 ട്രയാങ്കിൾ അല്ല. ട്രയാങ്കിൾ കിട്ടാത്തതിനെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. ടിക്ക് ദോസ് യു കാണ്ട്, നിങ്ങൾക്ക് കഴിയാത്തത് അല്ലേ. ഡിയും ഓപ്ഷൻ ഇയും ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? വാട്ട് കംസ് നെക്സ്റ്റ്. അടുത്തത് എന്താണെന്നുള്ളതില്ലേ എന്താണ് വരുന്നത്? ഡ്രോ വാട്ട് കംസ് നെക്സ്റ്റ് ഇൻ ഈച്ച് ഓഫ് ദി പാറ്റേൺസ് ബിലോ. താഴെ കൊടുത്തിട്ടുള്ള എന്താണ് പാറ്റേൺസിൽ നെക്സ്റ്റ് എന്താ വരിക? നെക്സ്റ്റ് പാറ്റേൺ എന്താന്ന് ഡ്രോ ചെയ്യാൻ വരക്കാനാണ് പറഞ്ഞത്. വാട്ട് കംസ് നെക്സ്റ്റ്. ഫസ്റ്റ് പാറ്റേൺ എന്താണ്? ഒരു സ്ക്വയറിന്റെ ഈ എൻഡിൽ ഒരു ചെറിയ ട്രയാങ്കിൾ അല്ലേ. ദെൻ സ്ക്വയറിന്റെ ഈ എൻഡിൽ ഒരു ചെറിയ ട്രയാങ്കിൾ. ദെൻ സ്ക്വയറിന്റെ ഈ എൻഡിൽ ഒരു ട്രയാങ്കിൾ. നെക്സ്റ്റ് പാറ്റേൺ എന്തായിരിക്കും? ഇനി ഏത് എൻഡിലുള്ള ഫസ്റ്റ് എൻഡിൽ ട്രയാങ്കിൾ ഉള്ളത് വരച്ചൂടെ. ഇവിടെ എന്താണ് ഒരു സ്ക്വയർ വരക്കുക. ദെൻ ഫസ്റ്റ് എൻഡിൽ ചെറിയൊരു ട്രയാങ്കിൾ വരച്ചിട്ട് നെക്സ്റ്റ് പാറ്റേൺ എന്താന്ന് വരക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ് പാറ്റേൺ? ഒരു ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിളിന്റെ ഫസ്റ്റ് എൻഡിൽ ചെറിയൊരു സർക്കിൾ. ദെൻ ട്രയാങ്കിളിന്റെ ഈ സെന്ററിലായിട്ട് ഒരു സർക്കിൾ. ദെൻ നെക്സ്റ്റ് ട്രയാങ്കിളിന്റെ ഈ എൻഡിലായിട്ട് ഒരു സർക്കിൾ. നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് എങ്ങനെ വരക്കാം? ഒരു ട്രയാങ്കിൾ വരക്കാം. ഇവിടെ ആയിട്ടില്ലേ സെന്ററിലായിട്ട് ഇവിടെ ഒരു സർക്കിൾ വരക്കാം. അതേപോലെ തന്നെ ട്രയാങ്കിൾ വരക്കാം. ഈ എൻഡിൽ വരച്ചിട്ടില്ലല്ലോ. നെക്സ്റ്റ് പാറ്റേൺ എന്താണ്? ഇതിലില്ലാത്ത പാറ്റേൺ ഇവിടെ വരക്കാം. ക്യാൻ യു ഡ്രോ മോർ പാറ്റേൺസ് ലൈക്ക് ദീസ്? ഇതുപോലത്തെ കുറേ പാറ്റേൺസ് നിങ്ങൾക്ക് വരക്കാൻ കഴിയുമോ? വാട്ട് കംസ് നെക്സ്റ്റിൽ നെക്സ്റ്റ് പാറ്റേൺ എന്താണെന്നുള്ളത് ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് പാറ്റേൺ എന്താണ്? ഒരു സ്ക്വയറിൻ്റെ ഈ എൻഡിലായിരുന്നു എന്ത്
ട്രയാങ്കിൾ ഉള്ളത് നെക്സ്റ്റ് ഈ എൻഡിലായി, നെക്സ്റ്റ് ഈ എൻഡിലായി. ഇവിടെ എന്താണ് സ്ക്വയറിൻ്റെ ഫസ്റ്റ് എൻഡിലില്ല, അപ്പോൾ ഫസ്റ്റ് എൻഡിലുള്ള ഒരു പാറ്റേൺ ഞാൻ വരച്ചു. നെക്സ്റ്റ് അപ്പോൾ വേറെ പുതിയൊരു ന്യൂ പാറ്റേൺ നമുക്ക് കിട്ടിയില്ലേ. നെക്സ്റ്റ് എന്താണ് ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഫസ്റ്റ് എൻഡിൽ എന്താണ് ഒരു സർക്കിൾ ഉണ്ട്, ദെൻ ഇവിടെ, ദെൻ ഈ എൻഡിലല്ലേ. അപ്പോൾ ഈ എൻഡിൽ ഇതുവരെ വരച്ചിട്ടില്ല, അപ്പോൾ നെക്സ്റ്റ് വരക്കാത്തൊരു എൻഡിൽ സർക്കിൾ വരച്ചാൽ നെക്സ്റ്റ് ന്യൂ പാറ്റേൺ ആയി. ഇതേപോലെയുള്ള നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഇങ്ങനത്തെ ഷേപ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ പാറ്റേൺസ് ഡ്രോ ചെയ്യാനാണ് താഴെ പറഞ്ഞത്. ഞാൻ എന്താണ് ഒരു സർക്കിൾ വരച്ചു, സർക്കിളിൻ്റെ ഫസ്റ്റ് എൻഡിൽ ഒരു റെക്ടാങ്കിൾ, ദെൻ ഈ എൻഡിൽ റെക്ടാങ്കിൾ, ദെൻ ഈ എൻഡിൽ റെക്ടാങ്കിൾ, ഈ എൻഡിലും വരക്കല്ലേ. അപ്പോൾ നിങ്ങൾ ഈ എൻഡിലും വരക്കാം റെക്ടാങ്കിൾ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സ് വെച്ചിട്ട് നിങ്ങൾ എന്താണ് ഈ ബോക്സിൽ 2 പാറ്റേൺസ് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഒരു റെക്ടാങ്കിൾ വരക്കല്ലേ. റെക്ടാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ട്രയാങ്കിളോ സർക്കിളോ ഓരോ എൻഡിലും വെച്ചിട്ട് ആ പാറ്റേൺസ് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ എന്താണുള്ളത്, ഷേപ്സ് അറൗണ്ട് അസ്, നമുക്ക് ചുറ്റുമുള്ള ഷേപ്സ് അല്ലേ. സീ ദി പിക്ചർ, ഡു യു സീ എനി ഫെമിലിയർ ഷേപ്സ്. ഈ പിക്ചറിൽ അവിടെ എന്താണ് സൈഡിലൊരു പിക്ചർ ഉണ്ട് അല്ലേ. നിങ്ങൾ ഇതിൽ ഏതൊക്കെ ഷേപ്സ് ആണ് കണ്ടിട്ടുള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റൈറ്റ് ദം ഡൗൺ. ആ ഷേപ്സിന്റെ നെയിം എന്താണ് ഈ ബോക്സിൽ എഴുതാം. ഈ പിക്ചറിൽ ഏതൊക്കെ ഷേപ്സ് ഉണ്ട് അല്ലേ? സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട് അല്ലേ. ഇതാ ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾസ് ഉണ്ട് അല്ലേ. ചെറിയ സർക്കിൾ എൻഡിലുണ്ട്. അപ്പോൾ ആ ഷേപ്സിന്റെ നെയിംസ് ഈ ബോക്സിൽ എഴുതാം. ദെൻ ഡു യു സീ എനി സച്ച് ഷേപ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ സ്കൂൾ. നിങ്ങൾ ഇതുപോലത്തെ ഷേപ്സ് എവിടെയെങ്കിലും നിങ്ങളെ സ്കൂളിലോ അതിൻ്റെ ഉള്ളിലോ പുറത്തോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? റൈറ്റ് ദം ഇൻ ദി ടേബിൾ ബിലോ. താഴെയുള്ള ഈ ടേബിൾ അതിൻ്റെ നെയിംസ് എഴുതാം. റെക്ടാങ്കിൾ ഷേപ്പിൽ നിങ്ങൾ കണ്ടത്, ട്രയാങ്കിൾ ഷേപ്പിൽ എന്താണ് കണ്ടത്, ദെൻ സർക്കിൾ ഷേപ്പിൽ. റെക്ടാങ്കിളിൽ എന്താണ് നിങ്ങൾ കണ്ടത്, ട്രയാങ്കിൾ, സർക്കിൾ, ഏതൊക്കെ ഷേപ്സിൽ നിങ്ങൾ കണ്ട ഒബ്ജക്ട്സിൻ്റെ നെയിംസ് എഴുതാം. റെക്ടാങ്കിൾ ഷേപ്പിൽ ഏതൊക്കെയുള്ളത്? റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഷേപ്പില്ലേ. ആ ഷേപ്പിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടത്? നിങ്ങളെ സ്കൂളിലുള്ള വൈറ്റ് ബോർഡ്, ബ്ലാക്ക് ബോർഡൊക്കെ അല്ലേ. ബ്ലാക്ക് ബോർഡ് ഈ റെക്ടാങ്കിൾ ഷേപ്പിലല്ലേ ഉള്ളത്. എന്താണുള്ളത്, ബെഞ്ച്, ഡെസ്ക്, അതൊക്കെ റെക്ടാങ്കിൾ ഷേപ്പിലാണുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒക്കെ നെയിംസ് എന്താണ് ഇവിടെ എഴുതാം. ബെഞ്ച്, ഡെസ്ക്, ബ്ലാക്ക് ബോർഡ്, ഇതൊക്കെ എന്താണ് റെക്ടാങ്കിൾ. ദെൻ ട്രയാങ്കിൾ ഷേപ്പിൽ നിങ്ങൾ എന്തൊക്കെയാണ് സ്കൂളിൽ കണ്ടത് അല്ലേ? ഐസ്ക്രീം കോൺ ഇല്ലേ, കോണ്, ആ കോണിന് അല്ലേ. ദെൻ എന്താണ് ക്യാപ്സ് ഇല്ലേ, ക്യാപ്പ്, തൊപ്പി തലയിലിടുന്ന, അതെന്താണ് കോൺ ഷേപ്പിലുള്ള ക്യാപ്പുകളുണ്ട് അല്ലേ. ദെൻ സർക്കിളിൻ്റെ ഷേപ്പിൽ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത് അല്ലേ? റിങ്, ബാംഗിൾസ്, വളകളൊക്കെ എന്താണ് സർക്കിൾ ഷേപ്പിലെ, കോയിൻസ്. ദെൻ എന്താ ഉള്ളത്, അതൊക്കെ ഈ ഷേപ്സ് എന്നുള്ളതിൽ ഇവിടെ ഡ്രോ ചെയ്യല്ല കേട്ടോ, റൈറ്റ് ചെയ്യുക. ഇതിൻ്റെ നെയിംസ് ഇവിടെ ഈ കോളത്തിൽ എഴുതാം. ഓക്കെ, ടേബിളിൽ ഞാൻ എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്. റെക്ടാങ്കിൾ ഷേപ്പിലുള്ളത് എന്തൊക്കെയാണ് സ്കൂളിൻ്റെ ചുറ്റുള്ളത്? ബോർഡ്, ബെഞ്ച്, ടേബിൾ, ബുക്സ്. ദെൻ ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് എന്തൊക്കെയാണ്? ഐസ്ക്രീം, ക്യാപ്പ്, ചീസ്. ദെൻ സർക്കിൾ ഷേപ്സിൽ എന്തൊക്കെയാണുള്ളത് ഒബ്ജക്ട്സ്? കോയിൻസ്, ബാംഗിൾസ്, പ്ലേറ്റ്, ക്ലോക്ക്. ക്ലോക്കൊക്കെ എന്താണ് സർക്കിൾ ഷേപ്പിലല്ലേ, റൗണ്ട് ഷേപ്പിൽ. ഓക്കെ, ഇതെന്താണ് റെക്ടാങ്കിൾ ഷേപ്പുള്ള ഒബ്ജക്ട്സിൻ്റെ എക്സാമ്പിളാണ് ഈ പിക്ചറിൽ ഞാൻ കാണിച്ചത്. ഇതൊക്കെ റെക്ടാങ്കിൾ ഷേപ്പല്ലേ. മൊബൈൽ ഫോൺ, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, TV, ബാഗ്, നോട്ട് അല്ലേ. ഇതൊക്കെ എന്താണ് റെക്ടാങ്കിൾ ഷേപ്പ്ഡ് ഒബ്ജക്ട്സ് ആണ്. ദെൻ സർക്കിൾ ഷേപ്പ്ഡ് ഒബ്ജക്ട്സ്, കോയിൻ, ഫുൾ മൂൺ, സൺ, പിസ്സ, ഫുട്ബോൾ, ക്യാൻഡി. ഇതൊക്കെ എന്താണ് സർക്കിൾ ഷേപ്പ്ഡ് ആണ് അല്ലേ, റൗണ്ട് ഷേപ്പ്. ട്രയാങ്കിൾ ഷേപ്പ്ഡ് ഒബ്ജക്ട്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ പിക്ചറിലുള്ളത്. എന്താണ് സാൻഡ്വിച്ച്, ബർത്ത്ഡേ ക്യാപ്പ്, ഐസ്ക്രീം കോൺ, നാച്ചോസ്, ചീസ്, മൗണ്ടെയിൻ. ഇതൊക്കെ എന്താണ് ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉള്ളത് അല്ലേ. ദെൻ വുഡൻ ഷേപ്സ്. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ഷേപ്സ് വിത്ത് വുഡൻ ബ്ലോക്സ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ബ്ലോക്സ് ഇല്ലേ, ബിൽഡിംഗ് ബ്ലോക്സ്. അതേപോലെ വുഡിൻ്റെ ബ്ലോക്ക് കൊണ്ട് അനു അവൻ്റെ ഫ്രണ്ട്സും എന്താണ് ഷേപ്സ് ഉണ്ടാക്കുകയാണ്. യു ക്യാൻ ആൾസോ പ്ലേ സച്ച് ഗെയിംസ്. ഹൂ മേഡ് ദി ഹയസ്റ്റ് സ്റ്റാക്ക്. നിങ്ങൾക്കും അതേപോലെയുള്ള ഗെയിം കളിക്കാം. ആരാണ് ഏറ്റവും കൂടുതൽ സ്റ്റാക്ക് അല്ലേ, അട്ടിക്ക് വെച്ചിട്ട് ആരാണ് ഏറ്റവും വലുത് ഉണ്ടാക്കുന്നത്, കൂടുതൽ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളങ്ങനെ കളിച്ച് നോക്കിയിട്ടുണ്ടോ? നെക്സ്റ്റ് എന്താണ് ആക്ടിവിറ്റി, എന്താണ് റൈറ്റ് ദി നെയിംസ് ഓഫ് സം ഒബ്ജക്ട് ഷേപ്പ്ഡ് ലൈക്ക് റെക്ടാങ്കുലാർ ബ്ലോക്സ് ആൻഡ് ബോൾസ്. റെക്ടാങ്കുലാർ ബ്ലോക്സ് ഉണ്ടല്ലേ, നിങ്ങളുടെ വീട്ടിൽ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ബ്ലോക്സ് ഇല്ലേ, ബിൽഡിംഗ് ബ്ലോക്സ്. അതേപോലത്തെ ഷേപ്പിലുള്ള ഒബ്ജക്ട്സിന്റെ നെയിമും, ബോളില്ലേ വീട്ടിൽ കളിക്കുന്ന ബോൾ, ആ ബോളിന്റെ അതേ ഷേപ്പിലുള്ള ഒബ്ജക്റ്റിന്റെ നെയിംസും 2 ബോക്സിൽ എഴുതാം. എന്താണ് റെക്ടാങ്കുലാർ ബ്ലോക്സിൽ എന്തൊക്കെയാണുള്ളത്? റെക്ടാങ്കുലാർ ബ്ലോക്കിലെ ഈ ബ്ലോക്കിന്റെ അതേ ബ്ലോക്ക് ഷേപ്പിലുള്ളത് വേറെ എന്താ നിങ്ങൾ കണ്ടിട്ടുള്ളത്? മൊബൈൽ ഫോണില്ലേ, നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ഈ റെക്ടാങ്കുലാർ ബ്ലോക്കിന്റെ ഇതേ ഷേപ്പിലുള്ളത്. അപ്പോൾ ഇവിടെ മൊബൈൽ ഫോൺ എഴുതാം. പിന്നെന്താ ഉള്ളത്, റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള ഒബ്ജക്ട്സ് എന്തൊക്കെയാണുള്ളത് അത് എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ എഴുതാം. ദെൻ ബോളിന്റെ ഷേപ്പിലുള്ളത് ബോൾ, ഈ ബോളിന്റെ അതേ ഷേപ്പിലുള്ള വേറെ എന്തൊക്കെയുള്ളത് അത് ഇവിടെ എഴുതാം. റെക്ടാങ്കുലാർ ബ്ലോക്സിനും ബോൾസിനും എക്സാമ്പിൾ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് അല്ലേ. റെക്ടാങ്കുലാർ ബ്ലോക്ക് പോലുള്ള ഷേപ്പിൽ മൊബൈൽ ഫോണില്ലേ 4 സൈഡും ഉണ്ട് അല്ലേ. വുഡൻ ബ്ലോക്ക്, ബ്രിക്സ്, റിമോട്ട്, TV റിമോട്ട് ഇല്ലേ, ചോക്ലേറ്റ്, ബോക്സ്, അതൊക്കെ എന്താണ് ആ ഷേപ്പിൽ വരുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ ബോൾസിൻ്റെ ഷേപ്പിലുള്ളത് എന്താണ്? ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, ഗ്ലോബില്ലേ. ദെൻ ബൾബ്, അതൊക്കെ എന്താണ് ബോൾ ഷേപ്പിലുള്ളതിന് എക്സാമ്പിൾസ് ആണ്. എന്താണ് റെക്ടാങ്കുലാർ ബ്ലോക്സിന് എക്സാമ്പിൾ ആണ്. ദെൻ സ്ഫിയർ അല്ലേ, ബോൾ ഷേപ്പിന് എക്സാമ്പിൾ. ബോൾ ഷേപ്പിൻ്റെ ബോക്സിൽ എഴുതാനില്ലേ, ബോളിൻ്റെ അതേ ഷേപ്പിലല്ലേ ഈ പിക്ചറിലുള്ള ഇമേജ് ഫുൾ ഉള്ളത്. ബോളില്ലേ, ഇതിനെന്താ പറയുക, സ്ഫിയർ ഷേപ്പ് അല്ലേ, സ്ഫിയർ, SPHERE, സ്ഫിയർ ഷേപ്പ്ഡ് ഒബ്ജക്ട്സ്. ഓൾ ബോൾ ഷേപ്പ്ഡ്, ബോളിൻ്റെ അതേ ഷേപ്പിലുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ സ്ഫിയർ എന്ന് പറയും.
എന്തൊക്കെയുണ്ട്? ഓറഞ്ച്, ബലൂണ്, ബാസ്കറ്റ് ബോൾ അല്ലേ, എല്ലാ ബോളും, ബീച്ച് ബോൾ അല്ലേ, അങ്ങനത്തെ ബോളുകളൊക്കെ. ഗ്ലോബ് കണ്ടില്ലേ? ഗ്ലോബൊക്കെ എന്താണ്? സ്ഫിയർ ഷേപ്പ്ഡ് ഒബ്ജക്ട്സ് ഓ ബോൾ ഷേപ്പ്ഡ് ഒബ്ജക്ട്സിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് എന്താണ്? വെജിറ്റബിൾ പ്രിൻറ്റിംഗ്. വിധു മേഡ് എ വെജിറ്റബിൾ പ്രിന്റഡ് ടേബിൾ ക്ലോത്ത് ഫോർ ദി വർക്ക് എക്സ്പീരിയൻസ് കണ്ടസ്റ്റ്. വർക്ക് എക്സ്പീരിയൻസിൻ്റെ കോണ്ടസ്റ്റിൽ എന്താണ് വിധു ഒരു വെജിറ്റബിൾ പ്രിന്റ് അല്ലേ, വെജിറ്റബിൾ പ്രിന്റ് ചെയ്ത ടേബിൾ ക്ലോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ടേബിൾ ക്ലോത്ത് ഉണ്ടാക്കിയില്ലേ? ഹി യൂസ്ഡ് ഒക്ര, ക്യാരറ്റ്, പൊട്ടാറ്റോ ആൻഡ് ഒനിയൻ ടു മേക്ക് ഇറ്റ്. എന്താണ് ഒക്ര? വെണ്ടക്ക അല്ലേ, വെണ്ടക്കയും ക്യാരറ്റും പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവൻ ഈ പിക്ചറിൽ കാണുന്ന വെജിറ്റബിൾ പ്രിന്റിംഗ് ഉണ്ടാക്കിയത്. ആദ്യം ഒരു വൈറ്റ് ക്ലോത്ത് എടുക്കുക, തുണിയിൽ എന്താണ് പെയിന്റ് മുക്കിയിട്ട് പ്രിന്റ് ചെയ്യുക. വെജിറ്റബിളിൽ പെയിന്റ് മുക്കിയിട്ട് ഇങ്ങനെ വെക്കുക. പ്രിന്റ് ചെയ്യുമ്പോൾ ആ ഷേപ്പിൽ നമുക്ക് എന്ത് വെജിറ്റബിൾ പ്രിന്റ് കിട്ടൂലേ? അങ്ങനെ ഉണ്ടാക്കാൻ. ക്യാൻ യു ടു മേക്ക് സച്ച് പ്രിന്റ്സ്? നിങ്ങൾക്കും അതുപോലത്തെ ഉള്ള പ്രിന്റ്സ് ഉണ്ടാക്കിക്കൂടെ? നിങ്ങൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ദെൻ എന്താണ് നെക്സ്റ്റ്? ഇവാലുവേഷൻ ആക്ടിവിറ്റീസ്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ലുക്ക് അറ്റ് ദി പിക്ചർ ഓൺ പേജ് 7. പേജ് 7ലുള്ള പിക്ചർ നോക്കുക. ഇതിപ്പോൾ പേജ് 15 ആണല്ലേ. പേജ് 7ൽ എന്താണുള്ളത്? നമ്മളെ ഫസ്റ്റ് പേജിലെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഉള്ള പേജ്. വിച്ച് പിക്ചർ ഡു യു ലൈക്ക് ദി മോസ്റ്റ്? അതിൽ നിങ്ങൾക്ക് ഏത് പിക്ചറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഫസ്റ്റ് പേജിൽ എന്താണല്ലേ, കുറേ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഹൗസും ട്രീസും ഡോഗ് ഉണ്ട്, ട്രെയിൻ ഉണ്ട് അല്ലേ, അതൊക്കെ വരച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമായത്? ആ പിക്ചറിൽ അതിൻ്റെ നെയിം എന്താണ്? ഹൗസ് ആണെങ്കിൽ ഹൗസ് നീ ബോക്സിൽ ചെയ്ത, ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ നെയ്ത. വാട്ട് ഷേപ്സ് ആർ ദർ ഇൻ ദി പിക്ചർ? ഏതൊക്കെ ഷേപ്സ് ആണ് പിക്ചറിലുള്ളത്? സർക്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. ആ ഷേപ്സിന്റെ നെയിം ഇവിടെ എഴുതാം. മേക്ക് വൺ സച്ച് ഇൻ ദി സാൻഡ് ട്രേ. നിങ്ങൾ അതുപോലെ ഒന്ന് സാൻഡ് ട്രേയിൽ ഉണ്ടാക്കി നോക്കുക. ദെൻ എന്താണ് സെക്കൻഡ് ആക്ടിവിറ്റി? ജോയിനിങ് ഷേപ്സ്. യൂസ് റെക്ടാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് ടു ഡ്രോ എനി പിക്ചർ യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ എന്താണ്? ഫസ്റ്റ് പേജിൽ കണ്ടില്ലേ, റെക്ടാങ്കിളും ട്രയാങ്കിളും സർക്കിൾസും യൂസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള വീടോ കാറോ മരങ്ങളോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടെ പിക്ചർ വരക്കുക. ദെൻ തേർഡ് ആക്ടിവിറ്റി, കളർ ദി പിക്ചർ ബിലോ ആൻഡ് മേക്ക് ഇറ്റ് പ്രെറ്റി. താഴെ കാണുന്ന പിക്ചർ എന്താണ്? കളർ ചെയ്യുക, കളർ കൊടുത്ത് സുന്ദരമാക്കാൻ. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ എന്താണ്? കഴിഞ്ഞില്ലേ? നല്ല ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണല്ലേ. ഇതിൽ ഫുൾ എന്താണ്? ഷേപ്സിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ള. ഷേപ്സ് എങ്ങനെ വരക്കൽ, അതിന് എത്ര സൈഡ്സ് ഉണ്ട്, അത് കളർ ചെയ്യാനല്ലേ, ഓരോ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ഷേപ്സ് ഉണ്ടാക്കൽ അല്ലേ, അത് കൗണ്ട് ചെയ്ത് അങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റിയുള്ള സിമ്പിൾ ചാപ്റ്റർ ആണല്ലേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.